ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് കറൻ്റ്ലി സെപ്പറേഷൻ ഫേസിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. കറൻ്റ്ലി നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റ്, ലെസ് കോൺടാക്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യമേ തന്നെ അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് അറിയാം. Ten of Swords, Six of Wands, Three of Swords, Queen of Wands, Judgment, the Emperor, King of Swords, Page of Wands, Tower, Ten of Cups, Three of Pentacles, King of Pentacles, Nine of Cups, Seven of Pentacles, Nine of Pentacles, ഒരു കാർഡ് കൂടി എടുക്കാം, Six of Cups. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് പറയാം. കുറച്ചൊരു സ്റ്റബേൺ ആയിട്ടുള്ള പേഴ്സണും കൂടിയാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം വിട്ടൊരു കളി കളിക്കാത്തൊരു പേഴ്സൺ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കൂടുതലും ഈ ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പോലും ഇതിനകത്ത് എങ്ങനെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് എപ്പോൾ വേണം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് അവരുടെ കയ്യിൽ ആ ഒരു അതോറിറ്റി വേണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജിയും കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല അവരുടേതായിട്ടുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റോ കാര്യങ്ങളോ കളഞ്ഞ് ഒരു കാര്യവും ചെയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ചകൾ വളരെ കുറവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് വിട്ടുവീഴ്ചകൾ അത്യാവശ്യമാണ് ചിലപ്പോഴെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലും കുറച്ചൊരു പുറകിൽ നിൽക്കുന്ന, ഞാൻ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ എൻ്റെ വാക്കിന് പ്രാധാന്യം വേണം എന്ന് പറയുന്ന ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം കറക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് ഈ ഒരു പേഴ്സൺ അംഗീകരിച്ച് തന്നിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു എനർജി ഉള്ള ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു ധാർഷ്ട്യം എന്ന് നമ്മൾ പറയാറില്ല, ആ ഒരു കാര്യം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തി. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു തകർച്ച വന്നു എന്ന് മറ്റുള്ളവർ അറിയുന്നത് വലിയൊരു നാണക്കേടായിട്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് തോന്നിയേക്കാം. അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് അവരുടെ ലൈഫിൽ നല്ല രീതിയിലുള്ളൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഒരു പെയിൻഫുൾ എൻഡിങ് അവർക്ക് സംഭവിച്ചതായിട്ട് കാണാം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തീരെ വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നായിരിക്കണം വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്കിലൂടെയൊക്കെ ഈ ഒരു പേഴ്സൺ കടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ആരുടെയൊക്കെ ഒരു ചതി കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല പക്ഷേ ഈ ഒരു പേഴ്സൺ ഇതൊന്നും പുറമേ അറിയിച്ചിട്ടുണ്ടാവണമെന്നില്ല. പുറമേ ഈ ഒരു പേഴ്സൺ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കാം മുന്നോട്ട് പോയിട്ടുള്ളത്. മറ്റുള്ളവരുടെ മുന്നിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് എന്തെങ്കിലും പതനം അല്ലെങ്കിൽ ആ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതാരെയും അറിയിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണല്ല. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്, കോൺഫിഡൻ്റ് ആണ് എന്ന് കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക്
എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആരിൽ നിന്നെങ്കിലും ഒരു ചതി കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുക, അത്രയും തിക്തമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാവുക. പക്ഷേ ഇത് പുറമേ പറയാത്തൊരു പേഴ്സണാണ്. പുറമേ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വിജയിച്ചൊരു മട്ടിൽ പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജി നമുക്കിവിടെ കാണാം. മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവർ ആ ഒരു സിറ്റുവേഷൻ ധൈര്യപൂർവ്വം ഓവർകം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും കൂടി നമുക്ക് കാണാം. അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും കഴിയണമെന്നൊരു കാര്യമല്ല. എന്തൊക്കെ തകർച്ച വന്നു കഴിഞ്ഞാലും അവിടെ നിന്ന് പിന്നെയും എണീറ്റ് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് കുറച്ച് വ്യക്തികൾക്ക് കഴിയുന്ന കാര്യമാണ്. കാരണം ചിലവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു പെയിൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വഞ്ചന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അതിനകത്ത് അടിപ്പെട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത പോലെ അതിനകത്ത് തന്നെ ഒരു ലൂപ്പ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പിന്നെയും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ തീർത്തും ഒരു നോ കോൺടാക്റ്റിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നില്ല. പക്ഷേ ഒരു ഓൺ ആൻഡ് ഓഫ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പല കാര്യങ്ങളും ആഹ് കുറച്ചെങ്കിലും വന്ന് ഷെയർ ചെയ്തിട്ടൊക്കെയുള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇവരുടെ സിറ്റുവേഷൻ അത്ര പന്തിയല്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ ആ ഒരു സമയത്തൊക്കെ നിങ്ങളോട് കുറച്ചും കൂടി ദേഷ്യപ്പെട്ടൊക്കെ ഈ ഒരു വ്യക്തി പെരുമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ദേഷ്യപ്പെടുക. ഇത് ഓൺ ആൻഡ് ഓഫിൽ അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും മിങ്കിൾ ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നൊക്കെ ഇവർക്ക് എന്തിനാണ് വെറുതെ നമ്മളോട് ദേഷ്യപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ സംഭവിച്ചതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ടവർ സിറ്റുവേഷന് മുൻപായിട്ട് ഈ ഒരു പേഴ്സണ് ഇമോഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒട്ടും ആ ഒരു താല്പര്യമോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു വളരെ റിജിഡായിട്ട് ഇരിക്കുന്ന ഒരു എനർജീസാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. കുറച്ചും കൂടി വളരെയധികം സ്റ്റബേണായിട്ട് നിൽക്കുന്ന ഒരു എനർജി. അങ്ങനെയുള്ള ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു എമ്പതി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷൻസ് പുറത്ത് കാണിക്കാതെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന, എല്ലാ കാര്യങ്ങളിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എനർജിയൊക്കെ ആയിരിക്കും. നമ്മൾ തന്നെ വിചാരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്താണ് ഒരു മനുഷ്യത്വം ഇല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തുകൊണ്ട് പെരുമാറുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണും കൂടിയാണ്. പക്ഷേ ഇവിടെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ടവർ സിറ്റുവേഷനാണ്. അതായത് വീണ്ടും അവർക്കൊരു തകർച്ച ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ ഈ കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ ഒരു കാര്യത്തിൽ നിന്ന് ഒന്ന് കരകയറി വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഇവരുടെ ലൈഫിൽ ആ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ഇപ്പോൾ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവരുടെ ഒരു കർമാസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡും കൂടി ആയിരിക്കാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സണ് പലപ്പോഴായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അതൊരുപക്ഷെ അവർക്ക് ചിലപ്പോൾ പതിയെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഓരോരോ സംഭവങ്ങൾ വരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് യൂണിവേഴ്സിൽ. നമ്മുടെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു. ചിലപ്പോൾ കുറച്ചൊരു മോശപ്പെട്ട അനുഭവമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണോ മനസ്സിലാക്കേണ്ടത്, ആ ഒരു ലെസൺ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പിന്നെ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അടുത്തൊരു കാര്യം വരും. കാരണം ഇത് നമ്മൾ പഠിക്കുന്നത് വരെ അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുന്നത് വരെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെപ്പോഴും എപ്പോഴാണോ ഇന്നൊരു കാര്യം കൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് മനസ്സിലാക്കേണ്ട സമയമായി എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കും. അതേസമയം നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇത് തന്നെ നമുക്ക് ഓരോരോ പരീക്ഷണങ്ങൾ വരുന്നു. വീണ്ടും നമ്മൾ അതിനകത്ത് തന്നെ ഇരിക്കുന്നു, രക്ഷപ്പെടുന്നില്ല. പിന്നെയും വരുന്നു. പിന്നെയും ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് ഒരു തിരിച്ചറിവ് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടാവാനായിരിക്കാം ഇങ്ങനെയുള്ള ഒരു അവസ്ഥകൾ അവരുടെ ലൈഫിൽ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ആരുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളോട് നല്ല രീതിയിൽ അകലം പാലിച്ച് നിന്നിട്ടുണ്ടാവണം, ദേഷ്യപ്പെട്ടിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പെരുമാറിയിട്ടുണ്ടാവണം. ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ചില തകർച്ചകളെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവരുടെ ഒരു അഹങ്കാരത്തിൻ്റെ കൊമ്പൊടിക്കാനും കൂടി വേണ്ടി വരുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യത്തിൽ ഓവറായിട്ട് കോൺഫിഡൻസോടു കൂടി ഇരിക്കുക. ചില വ്യക്തികൾ അന്ധമായിട്ടിരിക്കുക, വിശ്വസിച്ചിരിക്കുക. അപ്പോഴൊക്കെ അത് ശരിയല്ല, അല്ലെങ്കിൽ ഇന്ന കാര്യം നീ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർ വളരെ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. മാത്രമല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാനായിട്ട് വിചാരിച്ചൊരു കാര്യമായിരിക്കും. എന്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തടസ്സം അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തകർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ടവർ സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ ഒരു വേക്കപ്പ് കോളായിട്ട് മാറി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒറ്റപ്പെട്ടിരിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിലൊക്കെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ഇമോഷൻസിലേക്ക് വരാൻ അല്ലെങ്കിൽ ആ ഒരു
ലിവ് ഇൻ ദ പ്രസൻറ്റ് മൂമെൻറ്റിലേക്ക് വരാനായിട്ട് ശ്രമിച്ചതായിട്ട് കാണാം, മിങ്കിളാവാനായിട്ട് ശ്രമിച്ചതായിട്ട് കാണാം. അപ്പോൾ ഒരു പക്ഷേ ഇതിപ്പോൾ നമ്മൾ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇന്ന ഒരു വ്യക്തിയോടെന്ന് പറയുന്നില്ല, പക്ഷേ ഇവിടെ അത് മെയിൻലി നിങ്ങൾ തന്നെയായിരിക്കാം. ഈ ഒരു പേഴ്സണ് കുറച്ചും കൂടി ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളും വരാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇമോഷൻസിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ആ ഒരു വേക്കപ്പ് കോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസിൽ വിശ്വസിച്ച് മാത്രം മുന്നോട്ട് പോകുന്നു, നമ്മളാണ് വലിയ സംഭവം എന്നുള്ള രീതിയിലിരിക്കുന്നു. ആ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ ചിലപ്പോൾ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ചില തിരിച്ചടികൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞതുപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു ഗ്രാജുവൽ ചേഞ്ച് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ പോലും അറിയാതെ അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു സമയമായിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സെൽഫ് റിയലൈസേഷനൊക്കെ നടക്കുന്ന ഒരു സമയവും കൂടിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ പോലെ അത്രയും ഒരു സ്ട്രോങ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഒരു ഈഗോയിസ്റ്റിക് ബിഹേവിയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പതിയെ അതിൽ നിന്നൊക്കെ വിട്ടു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നതിനനുസരിച്ച് നമുക്ക് ഒരു തെറ്റും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു അവരുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വന്നത് തന്നെ അവർക്കൊരു വേക്കപ്പ് കോളായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ഇമോഷണലി ഒക്കെ ഒന്ന് കണക്റ്റ് ആവുന്ന ഒരു പേഴ്സണായിട്ട് മാറാനുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ തീർത്തും ഒരു ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിന്നിരുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു സെൽഫ് ഡിഫെൻസീവായിട്ടൊക്കെ നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്നൊക്കെ ഇവർ പുറത്തേക്ക് വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഫിനാൻഷ്യലി അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്കും പതിയെ വരാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ ഇമോഷണലി ഒക്കെ വളരെയധികം കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു പാസ്റ്റ് മെമ്മറീസ് കാര്യങ്ങളെല്ലാം ഇവരുടെ മനസ്സിലിപ്പോൾ ഒരുപാടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസ് ഓഫ് ലവ് ഇവിടെ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ വളരെയധികം ആ ഒരു സ്റ്റബേണായിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനാണെന്നുണ്ടെങ്കിൽ വലിയ വാല്യൂ ഒന്നും കൊടുക്കാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു കാര്യത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അയവ് വന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കറൻറ്റ്ലി നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്. എല്ലാ കാര്യങ്ങളും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം. ഒരു ഒറ്റപ്പെടൽ കാര്യങ്ങൾ, ധാർഷ്ട്യം, ദേഷ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അയവ് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കുക, അതായത് നമ്മളുടെ ഒരു ലൈഫിനകത്ത് നമുക്ക് ആ ഒരു സ്നേഹം, സന്തോഷം, ഫിനാൻഷ്യലി ഉള്ള അബണ്ടൻസ്, എല്ലാ കാര്യങ്ങളും വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പം നമ്മളിവിടെ ഈ ഒരു എനർജിക്ക് മുമ്പുള്ള കോഡ് കാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നമുക്ക് ആ ഒരു അരഗൻസ്, അല്ലെങ്കിൽ ആ ഒരു ധാർഷ്ട്യം, എല്ലാ കാര്യങ്ങളും ഈ പേഴ്സൺസിൻ്റെ ഫേസിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത്രയും ആ ഒരു എന്താ പറയുക, അവരുടെ ഒരു അതോറിറ്റി വിട്ട് യാതൊരു കളിയില്ലാത്ത, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു ധാർഷ്ട്യത്തോടു കൂടി നിൽക്കുന്ന പേഴ്സൺസിൻ്റെ എനർജീസാണ് നമുക്ക് അവിടെ എല്ലാം വന്നിട്ടുള്ളത്. പക്ഷെ അതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാം. പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരു മാറ്റം വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഒരു മറ്റുള്ളവരെ മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രൊവൈഡർ മൈൻഡ് സെറ്റ് ഒക്കെ വന്നിരിക്കുന്ന ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ കറൻ്റ്ലി ഉള്ളത്. ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പതിയെയുള്ള ഒരു ട്രാൻസിഷനൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ആ ഒരു വ്യക്തി റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൂടെ പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജിയിലാണ് നമുക്കിപ്പോൾ ഇവരെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിളൊക്കെ ഈ ഒരു പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്രയും ഒരു സ്ട്രഗിൾ അവരുടെ ലൈഫിൽ ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും ഈ ഒരു പേഴ്സൺ, ഈ ഒരു അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് തന്നെയാണോ തോന്നിയിട്ടുള്ളത് എന്ന്. കാരണം അതെടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ചിലരുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെയും ആവാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് വിസിബിളാണ്.
കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു പേഴ്സണ് ഇപ്പോൾ അവർക്ക് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഗ്രാജ്വലി ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇമോഷണലി കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനൊക്കെ കുറച്ചൊന്നും കൂടി ഒരു വാല്യൂ കൊടുത്ത് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണെന്നുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങളോട് തന്നെയാണ് അവർക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിരിക്കുന്നതെന്നുള്ളത് നമുക്കിവിടെ കാണാം. നമ്മളിവിടെ പറഞ്ഞാണ് ഇനിയിപ്പോൾ തേർഡ് പാർട്ടിയോടോ അല്ലെങ്കിൽ അങ്ങനെ അവിടെയാണ് ആ ഒരു ചായ്വ് അവർക്ക് വന്നിട്ടുള്ളതെന്ന് അറിയില്ല എന്നുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വാല്യൂ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനൊക്കെ ഒരു വാല്യൂ വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞത് നിങ്ങളുടെ കാര്യത്തിലാണെന്നുള്ളത് നമുക്കിവിടെ നിന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ഒരു സ്പ്രെഡിൽ വന്നിട്ടുള്ള പല എനർജീസും റിപ്പീറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കയറി വന്നിട്ടുണ്ട്. അതും ഒരു ഡബിൾ കൺഫർമേഷൻ ആണെന്ന് തന്നെ പറയാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. ആ ഒരു മെമ്മറീസ് ഓഫ് ലവ് എനർജി കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കുറച്ചൊരു ഹാർഡ് ഹേർട്ടഡ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വളരെ ഒരു അയവ് വന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ ഒരുപക്ഷെ അവിടെ നമ്മൾ കണ്ടതുപോലെ ഈ ഒരു പേഴ്സൺ ഒരു ചീറ്റിംഗ് എനർജി കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് പെയിൻ ഒക്കെ അനുഭവിച്ചത് ഒരുപക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നായിരിക്കും. അതായത് ഒരു വ്യക്തിയെ വളരെ അന്ധമായിട്ട് വിശ്വസിച്ച് അവിടെ ഒരു തകർച്ച വരിക എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഒരു ഡിസ്ട്രക്ഷൻ ഫേസ് ഉണ്ടായിട്ടുള്ളതും തേർഡ് പാർട്ടിയുടെ കാര്യത്തിലായിരിക്കും. അപ്പോൾ അതും കൂടി ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു തേർഡ് പാർട്ടിയുടെ ഫേസ് കുറച്ചും കൂടി ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെന്നുള്ളത് നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് കാര്യങ്ങൾക്കെല്ലാം ആഗ്രഹിക്കുന്ന ഈ ഒരു എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അതിനകത്തൊരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു ഫാമിലി പോലെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും. ചിലരെ സംബന്ധിച്ച് ഫാമിലി തന്നെയായിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട്, ആ റിസ്റ്റോർ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് പ്രതിരോധിക്കാൻ തക്ക ഒരു മാനസികാവസ്ഥയിലാണ് ഈ ഒരു വ്യക്തിയുള്ളത്. പക്ഷേ ഇവർ കംപ്ലീറ്റ്ലി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കടുംപിടുത്തമുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. അതെല്ലാം പാടെ മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു പേഴ്സൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സെൽഫ് വാല്യൂ വിട്ട് ഒരു കളിയും കളിക്കാത്തൊരു പേഴ്സണായിട്ട് തന്നെ നമുക്ക് അവരെ കാണാം. പക്ഷേ ഇവിടെ അവർക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിൻ്റെ കാര്യത്തിലാണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർത്തും നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും അവർക്ക് കൂടുതൽ സന്തോഷം. കാരണം അവർ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അത് കിട്ടുന്നതെങ്കിൽ അവരുടെ ആ ഒരു നമ്മൾ പറഞ്ഞ പോലെ ഒരു ഈഗോയിസ്റ്റിക്കോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനൊന്നും ഹേർട്ട് ആവാതെ തന്നെ അവർ ആഗ്രഹിച്ച കാര്യം നടക്കും. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തത് ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. ചിലവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചുവരവിലേക്ക് കാലെടുത്ത് വെച്ചു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇവർ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കാരണം എന്നാൽ അങ്ങോട്ട് പോയി മെസ്സേജ് ഇട്ടേക്കാം എന്നുള്ളതല്ല. അത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ജനറൽ റീഡിങ്ങിനകത്ത് ഉള്ള ഒരു കാര്യങ്ങൾ എടുത്തിട്ട് ഒരിക്കലും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യരുത്. നമ്മളിതൊരു ഗൈഡൻസ് ആയിട്ട് വേണം എടുക്കാൻ. തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ പല കാർഡ്സിൽ നിന്ന് വ്യക്തമാണ്. ഒരുപാട് ആലോചിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം. അതായത് അവരൊരു ക്രോസ് റോഡിലാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ലൈഫിൽ ചില ഘട്ടങ്ങൾ വരുമ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് തന്നെ ബോധ്യം ഉണ്ടാകും. ഇപ്പോൾ ഞാനൊരു തീരുമാനം എടുത്താൽ ഇതായിരിക്കും നാളത്തെ ഒരു ഫ്യൂച്ചർ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റമായിട്ട് വരാൻ പോകുന്നതെന്നുള്ള തിരിച്ചറിവുണ്ടാകാം. ചിലവർ ഒരു പേടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഡിസിഷൻ എടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി നിൽക്കും. ചിലരങ്ങനെയല്ല, ഇപ്പോൾ എടുക്കുന്ന തീരുമാനം ശരിയായിക്കോട്ടെ, തെറ്റായിക്കോട്ടെ എടുത്തേക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവരൊരു ഡിസിഷൻ എടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ അവരുടെ മാനസികമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് ചാടി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇമോഷൻസ് ഉണ്ടെങ്കിലും ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിങ് ഓഫ് കപ്സ് എനർജിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇമോഷൻസ് കറൻ്റ്ലി ഇല്ലാത്തത് കൊണ്ടല്ല, ഇമോഷൻസ് ഉണ്ട്. പക്ഷെ അത് നിയന്ത്രിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്താണോ അത് വിട്ട് ഒരു ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് ഓടി വന്ന് ബെഗ് ചെയ്യാനോ അങ്ങനെയൊന്നും നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. അവർ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു മാറ്റം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമൊക്കെ ഉണ്ടാവാനും ഇതിനകത്ത് നല്ല രീതിയിൽ പോകാനുള്ള ഒരു ആഗ്രഹമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്.
അല്ലാതെ ഇപ്പോൾ ചില റീഡിങ്ങിനകത്ത് നമുക്ക് കാണാം ഏതറ്റം വരെ പോയാലും ഈ റിലേഷൻഷിപ്പ് എനിക്ക് വേണം, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും പാർട്ട്ണറോടാണെന്നുണ്ടെങ്കിൽ ബെഗ് ചെയ്ത് വരാൻ പോലും ആഗ്രഹിക്കാൻ അത്രയും എന്താ പറയുന്നത്, ആഗ്രഹിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാറുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ഒരു എനർജി അല്ലെങ്കിൽ പോലും ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ചിലവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ ഒരു ബ്ലോക്ക് സിറ്റുവേഷനൊക്കെ ഉള്ള വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഗ്രാജ്വലി നിങ്ങളോട് അടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തോന്നിയേക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ അങ്ങോട്ടൊന്ന് ചെന്ന് മിണ്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ പഠിച്ച പണി 18 എടുത്തതായിട്ട് ഇപ്പം നല്ല രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ട് ശരിക്കും മനസ്സിലാവും. ഈ ഒരു വ്യക്തി എന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അതായത് അറ്റൻഷൻ സീക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. ഇവിടെ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെന്ന് ബെഗ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നോളും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം അവർക്ക് തന്നെ സ്വയമേ ചില തിരിച്ചടികളും അല്ലെങ്കിൽ അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള മാറ്റമൊക്കെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സമയത്തിൻ്റെതായിരിക്കും അവർക്ക് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനോടൊരു മതിപ്പ് അല്ലെങ്കിൽ ഒരു വാല്യൂ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു സമയമായിട്ട് തന്നെ കാണാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജീസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ അതിനനുസരിച്ച് ഒന്ന് താഴ്ന്നു കൊടുക്കുന്ന ഒരു മനോഭാവത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം കാരണം അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പിന്നീട് ഒരു ബ്രേക്കിനൊക്കെ ശേഷം ഇനി എനിക്കും കുറച്ച് ഈഗോയൊക്കെ ഉണ്ട്, ഞാനും ഈ ഒരു ധാർഷ്ട്യത്തിൽ തന്നെ ഇരിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവർ ചിന്തിക്കുന്ന പോലെ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്താണോ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.